എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വിഷു ഈസ്റ്ററും ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വിഷു ഈസ്റ്ററിൻ്റെയും ആശംസകളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷുവിൻ്റെ തലേദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ നമ്മുടെ ഇവിടുന്ന് തന്നെ പറിച്ച ഒരു കപ്പയാണ്. അപ്പോൾ അത് വേവിച്ചിട്ട് കുറച്ച് മത്തി മേടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ കറി വെക്കാവുന്നതാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് പറിക്കുന്ന എന്തെങ്കിലും കപ്പയോ ചേനയോ കാച്ചിലോ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നാണ് എല്ലാം റെഡിയാക്കുന്നത്. നമ്മുടെ പഴയ ഒരു പശുക്കൂടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് അങ്ങ് ചെത്തി എല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് അകത്ത് കൊണ്ടുപോയി കഴുകിയൊക്കെ എടുക്കും. അപ്പം വിഷുവിൻ്റെ തലേദിവസം ബിനീഷ് ചേട്ടനും ഉണ്ട്. ബിനീഷ് ചേട്ടനും എൻ്റെ കൂടെ വന്ന് ഓരോന്നൊക്കെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം വിഷുവിൻ്റെ അന്ന് രാവിലെ ബിനീഷ് ചേട്ടന് ജോലിക്ക് പോകണം. അന്ന് അവധിയില്ലേ. ഈ കാണുന്ന മുരിങ്ങയില്ലേ, ഒരു കമ്പ് കൊണ്ട് നാട്ടിയത് കൊടി കയറ്റി വിടാൻ വേണ്ടിയിട്ട്. അധികമൊന്നും ആയില്ല, പക്ഷേ ഇതേന്ന് 2-3 മുരിങ്ങക്കായൊക്കെ കിട്ടിയായിരുന്നു. വലിയ വണ്ണമുള്ള കമ്പാണ് നാട്ടിയത്, അതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ അതേ നമുക്കിന്ന് കിട്ടിയത് നല്ല പച്ച മത്തിയാണ് കേട്ടോ. അപ്പോൾ അതേ കപ്പയെല്ലാം തൊലിയെല്ലാം പൊളിച്ചുകൊണ്ട് വന്നിട്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടാണ് ഞാൻ കൊത്തിയെടുക്കാറുള്ളത്. കൊത്തിയെടുത്ത് കഴിഞ്ഞ് ഒന്നുകൂടെ കഴുകും കേട്ടോ. എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൊത്തി എടുക്കാം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 5-6 പേരുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ പാത്രത്തിലൊക്കെ കപ്പ വേവിക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കപ്പ വേവിക്കാനായിട്ട് വിറകടുപ്പിലൊക്കെ വെച്ചിട്ട് മത്തി വെട്ടിയെടുക്കാവേ. മത്തിയെല്ലാം വെട്ടി തേച്ച് കഴുകിയെടുത്ത് കറിയൊക്കെ വെച്ച് അപ്പോൾ ഞങ്ങൾ രാവിലെ കപ്പ വേവിച്ചതും മത്തിക്കറിയൊക്കെ കൂട്ടി കഴിച്ച്. ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു മാങ്ങാപ്പച്ചടി വെച്ചായിരുന്നു, പച്ചമാങ്ങാ പച്ചടിയെ. അതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കണേ. നിങ്ങൾക്കൊക്കെ വിഷുവിന് എങ്ങനെയാണ്, സദ്യയാണോ? ഞങ്ങളുടെ ഇവിടെ പക്ഷേ മീനും ഇറച്ചിയൊക്കെയാണ് കേട്ടോ വിഷുവിൻ്റെ അന്ന്. ബീഫല്ല, ചിക്കനൊക്കെ മേടിക്കാറുണ്ട് ഇവിടെ. ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലല്ല, എന്നെ കെട്ടിച്ചുകൊണ്ട് വന്നിടത്ത് കേട്ടോ. കോട്ടയമൊക്കെയാണ്, പക്ഷേ ഇവിടുത്തെ അച്ഛന് നിർബന്ധം ഇറച്ചിയും മീനും ഒക്കെ. അതുകൊണ്ട് എല്ലാ വർഷവും ഇവിടെ വിഷുവിന് ഇറച്ചിയും മീനും ഒക്കെ കാണുവേ. വിഷുവിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വിഷുവിന് ഞങ്ങൾക്ക് അവിയലും സാമ്പാറും അച്ചാറും പച്ചടിയും പിന്നെ ചിക്കനും മീൻകറിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം വൈകുന്നേരം അമ്മ ദേണ്ട വെളുത്തുള്ളി അച്ചാർ ഇടുവാണ്. ഞാൻ അടുപ്പിൽ ഇന്ന് തന്നെ അങ്ങ് ചിക്കനൊക്കെ വെച്ചേക്കാൻ പോവുക. കുറച്ച് ഞാൻ എടുത്ത് വെച്ച് നാളത്തേക്കിന് മാത്രമുള്ള എടുത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ സാധാരണ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ വിറകടുപ്പിലാണ് വെക്കാറുള്ളത്. പിന്നെ എത്ര ധൃതിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഗ്യാസ് വെച്ച് പെട്ടെന്ന് എടുക്കത്തുള്ളൂ. അപ്പോൾ അതേ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളിയെല്ലാം അമ്മ ഒന്ന് ആവി വെച്ച് വേവിച്ചെടുത്തിട്ട് അത് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മൂപ്പിച്ച് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് തന്നെ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പം
2-3 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വാങ്ങി വെക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ വെളുത്തുള്ളി അച്ചാർ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമൊന്നും അങ്ങനെ തോന്നത്തില്ല. ഈ വെളുത്തുള്ളിക്ക് ഒരു ചെറിയൊരു ഗ്യാസ് പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ മധുരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതേ അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അച്ചും ബിനീഷ് ചേട്ടനും വന്നിട്ടുണ്ട്. അതേ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം എണ്ണയ്ക്കകത്ത് കിടന്ന്, ഒത്തിരി എണ്ണയല്ല, നമ്മൾ കടുക് വറുക്കാൻ ഒഴിക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി അതിൻ്റെ ആ വെള്ളമെല്ലാം വറ്റിച്ച് കോരി മാറ്റി വെച്ചേ. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉരുളക്കിഴങ്ങ്, സവോള, തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട്. അതിൽ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പൊടികളും ചേർത്തൊന്ന് ഇളക്കി മൂപ്പിച്ചിട്ട് നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ട് അത്യാവശ്യം വേണ്ട ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഞാൻ ചെയ്യാറുള്ളത്. നമ്മുടെ ഇവിടെ ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട് കേട്ടോ. അത് ഇവർക്കെല്ലാവർക്കും അതിൻ്റെ അകത്ത് ആ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കനെല്ലാം ഇട്ട് അത് വേകാനിട്ട് അടുപ്പ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് പതുക്കെ വേകട്ടെ. അപ്പോൾ ആ സമയത്തേക്കിന് ഞാൻ ബിനീഷ് ചേട്ടന് നാളെ കൊടുത്തു വിടാനുള്ള ദോശമാവ് അരച്ച് വെക്കുവാണ്. എല്ലാ പ്രാവശ്യവും വന്നിട്ട് പോകുമ്പോൾ ഞാൻ കുറച്ചേറെ ദോശമാവ് അരച്ച് കൊടുത്തു വിടുവേ. അതപ്പോൾ അവിടെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേശ്ശെ എടുത്ത് 3-4 ദിവസത്തേക്കിന് ചുടാനുള്ള മാവുണ്ട്. ഞങ്ങൾക്ക് നാളെ വിഷുവിന് വെള്ളയപ്പവും കടലക്കറിയും ചിക്കൻ കറിയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്ന. കടലക്കറി വെക്കുന്നത് എന്നാന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും ഈ ചിക്കൻ കൂട്ടത്തില്ല, അതുകൊണ്ട് അവർക്ക് കടലക്കറി, പിന്നെ ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ചിക്കനും കൂട്ടി അപ്പം ചുടാൻ. അപ്പോൾ ഈ ദോശമാവ് അരച്ച് കഴിഞ്ഞിനി അപ്പത്തിനുള്ള അരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതുകൂടെ അരച്ച് വെക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏതാണ്ട് അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് കണിക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.